നമസ്കാരം, ഞാൻ ഡോക്ടർ അനിൽ. പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഉന്നത വിദ്യാഭ്യാസത്തിനും മികച്ച ജോലി ലഭിക്കുവാനും അവസരം നൽകുന്ന ഗേറ്റ് 2027 ഗേറ്റ് പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഗ്രാജുവേറ്റ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന് എഞ്ചിനീയറിംഗ് എന്നുള്ള ഗേറ്റ് പരീക്ഷ ഇന്ന് കേന്ദ്ര സർക്കാരിൻ്റെ മികച്ച പല സ്ഥാപനങ്ങളിലും ഗവേഷണ സ്ഥാപനങ്ങളിലും വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ ഉൾപ്പെടെ സയൻറ്റിസ്റ്റുകളുടെ നിയമനത്തിനും ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ, ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്, അതേപോലെ സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ, കോൾ ഇന്ത്യ ലിമിറ്റഡ്, അങ്ങനെ മികച്ച പല സ്ഥാപനങ്ങളും പല നവരത്ന കമ്പനികളിലെയും റിക്രൂട്ട്മെൻറ്റിലുള്ള ഒരു സ്ക്രീനിങ് ടെസ്റ്റായിട്ട് ഇന്ന് ഗേറ്റ് ഉപയോഗിക്കുന്നുണ്ട്. ഗേറ്റ് ക്വാളിഫൈ ചെയ്തവരാണെങ്കിൽ, നല്ല സ്കോറോടെ ക്വാളിഫൈ ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് ഡയറക്റ്റായിട്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് മികച്ച ജോലി അവസരം ലഭിക്കാനുള്ള അവസരം ഉണ്ടെന്ന കാര്യം പ്രത്യേകം ഓർമ്മിക്കാറുണ്ട്. ഗേറ്റിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അതുകൂടാതെ ഗേറ്റ് ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഹയർ സ്റ്റഡീസിന് എംടെക്കിനൊക്കെ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ PhDക്ക് പോകുന്ന സമയത്തൊക്കെ സ്കോളർഷിപ്പോടുകൂടി തന്നെ, മികച്ച സ്കോളർഷിപ്പോട് തന്നെ അതിൽ പഠിക്കാനുള്ള അവസരം ലഭിക്കുന്നുണ്ട്. ഗേറ്റ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ച് എഞ്ചിനീയറിംഗ് ബിരുദാകൾ തീർച്ചയായും ഇതിലേക്ക് ഗേറ്റ് നല്ല അപ്ലൈ ചെയ്ത് നല്ലപോലെ പഠിച്ച് നല്ല സ്കോർ നേടാനായിട്ട് ശ്രമിക്കുക. ഇതിലേക്ക് ഇപ്രാവശ്യത്തെ ഗേറ്റ് പരീക്ഷ നടത്തുന്നത് IIT മദ്രാസ് ആണ്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി മദ്രാസ് ആണ് എന്ന കാര്യം ഓർക്കുക. ഇതിലേക്ക് ഗേറ്റിൻ്റെ തീയതികൾ പറഞ്ഞിട്ടുള്ള 2027 ഫെബ്രുവരി 6, 7, ഫെബ്രുവരി 13, 14, ഫെബ്രുവരി 20, 21 തീയതികളിലാണ്. അങ്ങനെ 6 ദിവസമുണ്ട്. എല്ലാ ദിവസവും 2 സെഷൻ വീതമുണ്ട്. രാവിലെ ഒരു സെഷൻ ഉണ്ടാവും, ഉച്ച കഴിഞ്ഞിട്ട് സെഷൻ ഉണ്ടാവും. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയിരിക്കും. നിങ്ങൾക്ക് ഇന്ത്യയിലെ ആകെ 300ഓളം എക്സാമിനേഷൻ സെൻ്ററുകളുണ്ട്. ഏറ്റവും അടുത്തുള്ള സെൻറ്റർ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ഡീറ്റെയിൽഡ് പ്രോസ്പെക്ടസിലും എല്ലാ സെൻറ്ററിൻ്റെ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട് എന്ന കാര്യം കൂടി ഓർമ്മിക്കാം. സ്ഥലം കൊടുത്തിട്ടുണ്ട്. സെൻറ്റർ കറക്റ്റ് പിന്നീട് അനൗൺസ് ചെയ്യുന്നതായിരിക്കും. നമുക്ക് അതുപോലെ അപേക്ഷാ ഫീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ജനറൽ കാൻഡിഡേറ്റ്സൊക്കെ 2000 രൂപയാണ് അപേക്ഷാ ഫീസ്. എന്നാൽ ലേറ്റ് ഫീ ഉൾപ്പെടെ, ലേറ്റ് ഫീ അതായത് ഡേറ്റ് ഞാൻ പറയാം, അതിനുശേഷം ഫീസിനെ കുറിച്ച് പറയാം. ഇപ്രാവശ്യത്തെ പരീക്ഷയ്ക്ക് നമുക്ക് ഓഗസ്റ്റ് 14 മുതൽ സെപ്റ്റംബർ 21 വരെയാണ് അപേക്ഷിക്കാൻ പറ്റും. നോർമലായിട്ട് അപേക്ഷിക്കാൻ പറ്റും. എന്നാൽ 500 രൂപ ലേറ്റ് ഫീ കൊടുത്തുകൊണ്ട് സെപ്റ്റംബർ 30 വരെ പറ്റും. ഇനി അപേക്ഷാ ഫീസിനെ കുറിച്ച് പറയാം. ജനറൽ കാൻഡിഡേറ്റ്സിനൊക്കെ 2000 രൂപ സെപ്റ്റംബർ 21 വരെ അപേക്ഷിക്കുകയാണെങ്കിൽ നൽകണം. ഓഗസ്റ്റ് 14 മുതലാണ്. അതുപോലെ നല്ല ലേറ്റ് ഫീ ഉൾപ്പെടെ 500 രൂപ കൂടുതൽ 2500 രൂപ കൊടുത്ത് സെപ്റ്റംബർ 30 വരെയും അപേക്ഷിക്കാൻ അവസരം ലഭിക്കും. അതിൻ്റെ ആവശ്യമില്ല, നേരത്തെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ അവസരം ലഭിക്കും. അതുകൊണ്ട് നേരത്തെ തന്നെ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. അതേപോലെ ജനറൽ ബാക്കി എല്ലാ കാൻഡിഡേറ്റ്സും, അതായത് ഫീമെയിൽ കാൻഡിഡേറ്റ്സ്, SC/ST കാൻഡിഡേറ്റ്സ്, ഡിസബിലിറ്റി ഉള്ളവരെ അവർക്കൊക്കെ ആണെങ്കിൽ 1000 രൂപ അപേക്ഷാ ഫീസ് സെപ്റ്റംബർ 21 വരെ മതി. സെപ്റ്റംബർ 30 വരെയാണ് അപേക്ഷ ചെയ്യുന്നതെങ്കിൽ, അതിനുശേഷം 21 ശേഷമാണ് അപേക്ഷയെങ്കിൽ 1500 രൂപ അപേക്ഷാ ഫീസായിട്ട് നൽകണം. ഗേറ്റിൻ്റെ ഇപ്രാവശ്യത്തെ വെബ്സൈറ്റ് പറഞ്ഞിട്ടുള്ള https:/gate2027.iitm.ac.in എന്നുള്ള സൈറ്റാണ്. ഈ സൈറ്റ് ഡീറ്റെയിൽസ് നമുക്ക് പ്രോസ്പെക്ടസ് ഒക്കെ ഡൗൺലോഡ് എടുക്കാൻ പറ്റും. ഈ സൈറ്റിൽ വേണം ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ ഓർത്തിരിക്കുക. ഇപ്രാവശ്യം 30 സബ്ജക്റ്റുകളാണ് പുതിയതായിട്ടൊരു സബ്ജക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. റോബോട്ടിക്സ് ആൻഡ് ഓട്ടോമേഷൻ സബ്ജക്റ്റ് കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ 30 സബ്ജക്റ്റുകളുണ്ട്. ഏറ്റവും റിലേറ്റഡ് ആയിട്ട് 2 സബ്ജക്റ്റിന് വരെ നമുക്ക് പരീക്ഷ എഴുതാനായിട്ട് പറ്റും. ഏജ് ലിമിറ്റ് ഒന്നുമില്ല, ആർക്കും അപേക്ഷിക്കാൻ പറ്റും എന്ന് ഓർത്തിരിക്കുക. ഇന്ത്യയിൽ ആകമാനം 300ഓളം സെൻറ്ററുകളാണ് ഉള്ളത്. ഇപ്രാവശ്യത്തെ ഗേറ്റിന് 3 വർഷം വാലിഡിറ്റി ഉണ്ടായിരിക്കും. അത് പബ്ലിഷ് ചെയ്യുന്ന ഡേറ്റ് മുതൽ 3 വർഷത്തേക്ക് വാലിഡിറ്റി ഉണ്ടായിരിക്കുക എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. ഗേറ്റ് വളരെയധികം അക്യുറേറ്റ് ആയിട്ട്, വളരെ പ്രോംപ്റ്റായിട്ട് നടക്കുന്നൊരു പരീക്ഷയാണ്. അതിന് ഡേറ്റ് ഓൾറെഡി ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. റിസൾട്ടിൻ്റെ ഡേറ്റും പറഞ്ഞിട്ട് മാർച്ച് 19 കൃത്യം അത് റിസൾട്ട് പബ്ലിഷ് ചെയ്യുകയും ചെയ്യും. എല്ലാ വർഷവും അങ്ങനെ തന്നെയാണ്. ഗേറ്റിൻ്റെ കാര്യം പ്രത്യേകം ഓർമ്മിക്കുക. ഇപ്പോൾ ഫൈനൽ ഇയർ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കും, അതായത് തേർഡ് ഇയർ പഠിച്ചുകൊണ്ടിരിക്കുന്ന ബിരുദധാരികൾക്കും, അതേപോലെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തവർക്കും ഒക്കെ അപേക്ഷിക്കാൻ പറ്റും എന്ന കാര്യം കൂടി ഓർമ്മിക്കുക. 3 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് പരീക്ഷയായിരിക്കും. താല്പര്യമുള്ളവരെ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തണം. കാരണം പ്രത്യേകിച്ച് ഹയർ സ്റ്റഡീസിന് പോകാനാണെങ്കിലും ജോലിക്കാണെങ്കിലും ഗേറ്റ് സ്കോർ ഉള്ളത് തീർച്ചയായും നല്ല സ്കോറോടെ ഗേറ്റ് പാസ്സാകുന്നവർക്ക് മികച്ച ശമ്പളത്തോടെ നല്ല ജോലികൾ ലഭിക്കാനുള്ള അവസരം ഉണ്ടെന്ന കാര്യം പ്രത്യേകം മറന്നുപോകരുത്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ലിങ്ക് ചെയ്യാൻ കമൻറ്റ് ബോക്സ് കൊടുക്കാം. താല്പര്യമുള്ള അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക. ഇത്തരത്തിൻ്റെ വീഡിയോ പൂർണ്ണമായും കണ്ടത് രേഖപ്പെടുത്തുന്നതോടൊപ്പം ഇനിയും ഇതുപോലെ ഇൻഫർമേഷൻസ് ഒക്കെ ലഭിക്കാൻ നിങ്ങൾ ചാനൽ സപ്പോർട്ട് ചെയ്യണം. എല്ലാവർക്കും നല്ല കാര്യം ഉണ്ടാവട്ടെ. അതിനുവേണ്ടി ഗേറ്റ് നല്ല സ്കോറോടെ പഠിച്ച് പാസ്സാകുക, നല്ല സ്കോർ മേടിക്കുക, കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച്.